നമ്മുടെ കോമ്പറ്റീഷൻ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഗിരീഷ് പുത്തഞ്ചേരി ഇച്ചിലാണ് അടുത്ത ആളെ നമ്മൾ വിളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ആൻസർ കുട്ടി ഓൺ സ്റ്റേജ്. ഇതാരാ? വേഷൊക്കെ മാറി സുന്ദരി കുട്ടിയായി വന്നല്ലോ. അല്ല ആൻസറാ. പെട്ടെന്ന് ഇങ്ങനത്തെ കുഞ്ഞുടുപ്പിലേക്കല്ലേ സാധാരണ വരുന്നത്. വലിയൊരു ചേച്ചി വേഷത്തിൽ വന്നേക്കണു. എന്താ എന്റെ പ്രത്യേകത? എന്താ ഈ വേഷത്തിൽ വന്നിരിക്കണ കാര്യം? എന്റെ കാട്ടില് വന്നാ ഞാനൊരു തേൻ തരാനാ വന്നേ. അല്ല അതിനെന്തിനാണ് ഈ പച്ച ഒരു കെട്ട്? അത് കെട്ടിങ്ങനെ തേനിടാനായിരിക്കും. ഇങ്ങനെ തേന്റെ കുടം ഇങ്ങനെ ഇടൂല്ലോ. ഏത് പാട്ടാണ്? കുയിൽപ്പാട്ടിലൂഞ്ഞാലാടാൻ. കുയിൽപ്പാട്ടിലൂഞ്ഞാലാടാൻ ആ പാട്ടാണോ? ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ പറയൂ, കേക്കട്ടെ. ഏതാ സിനിമ? സീരമ്മേ. അത് അജരിബിതൻ അല്ലേ? ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞ. ഞാൻ സിനിമയുടെ പേര് പറയാം. അജരിബിതൻ. ഞാൻ പറയാം സിനിമയുടെ പേര്. അഭിരുചിതി. അഭിരുചിതയാ അല്ല, അരജിബിതൻ. അഭിരുചിതനായിട്ടാ പറഞ്ഞു. നമ്മൾ തെറ്റിച്ച്, നമ്മള് ജയിച്ചു. അരഭിജിതൻ. അരവിജിതനല്ല, പിന്നെ പിന്നെന്താ സിനിമയുടെ പേര്? അഭിരുചിതൻ. ശരി, അപ്പൊ പൊളിക്കും അല്ലേ? അതെ, അടിച്ചു പൊളിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എന്തോ തീർന്നോ? അതെ, എന്താ പറ്റിയ തുടങ്ങിയത് മോളെ? തീർന്നോ ഒന്നും അറിഞ്ഞില്ലല്ലോ. ആ പാട്ട് പാടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നണ്ടേ? അല്ല ഇന്ന് എന്താ പറ്റിയെന്താ? ആ, അതെ. എന്തോ ഒരു പ്രശ്നം പോലെ. പക്ഷെ നമുക്കൊരു കുഴപ്പം പറ്റി. ആ നമ്മള് ഇക്കാര്യം മറന്നുപോയി. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസറാ എന്താ ഞെട്ടിപ്പോയോ? ഒരു സംശയം അല്ലേ? എന്തിനാ ഞങ്ങൾക്ക് എഴുന്നേറ്റത്? ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്നാ ഒരു സർപ്രൈസ് ആയിട്ട് എണ്ണിക്കാമെന്ന് റിമി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചത് കേട്ടോ. ഈ നാടകത്തിന്റെ പേരാണ് സർപ്രൈസ് നാടകം. കഥ സംവിധാനം രചന റിമി ടോമി. മുഖ്യവേഷത്തിൽ MG ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, കൂടെ സംവിധായകയും പ്രൊഡ്യൂസറുമായ ജിമ്മി ടോമി. അപ്പൊ തിരക്കഥ തന്റെ തിരക്കഥ റിമി തന്നെ. മക്കളെ, എന്തോ? മീശ വെട്ടിയാ? മീശ പോയി. പോയി, അതൊക്കെ പോയി. ഇത് എന്ന് വരുമ്പോഴും അവ ഇന്നലെ എന്നെ കണ്ടില്ലേ? മധു ഏ? ഒരു അഡീഷണൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നു. കാരണം മോള് വരുമ്പോഴത്തേക്ക് ഇതെടുത്ത് അതെ, ഒട്ടിച്ചങ്ങോട്ട് ഒട്ടിച്ചാ വയ്ക്കും. മതി. അതെ 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 അതെ. എംജിക്കുട്ടനെ കൊണ്ടിതാ തോറ്റ്. പാട്ട് കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് ആ, ഉഷാറായത്. വന്നപ്പം മന്ദഗതി വന്ന ആള് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ വിളിച്ച മോളെ, അതൊരു വിളിച്ച ഒന്നുകൂടെ പറഞ്ഞേ. എംജിക്കുട്ടനെ കൊണ്ടിതാ തോറ്റ്. ആ ഇനി എന്നെ കൊഞ്ചിപ്പിക്കാൻ പാവം. പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റ്. റിമി പെണ്ണിനെ കൊണ്ട് ഞാൻ ജയിച്ചു എന്ന്. അല്ല, റിമി പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റ്. Word. അപ്പൊ ഞാനോ കുട്ടൻ. വെറും കുട്ടൻ. കുട്ടപ്പൻ. മക്കളെ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമായിരുന്നു മോടെ വോയിസും. നല്ല രസമായിരുന്നു മോടെ ശബ്ദവും. എന്താണ് ഒരു സുഖം. ആ പാട്ടിന് ഒരു ആഡഡ് അട്രാക്ഷൻ കൊടുത്തു. ആ ഒരു സുഖത്തിന്റെ മേളിൽ ഞങ്ങൾ അങ്ങ് എണ്ണീറ്റു. പക്ഷെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്, സാരമില്ല. എന്നാലും ഒരു നല്ല ഒരു ആന ചന്തം ഉണ്ട്. അതെ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. ആൻസറാ. എന്തോ ഇപ്പൊ കുട്ടിയൊന്നും വിളിക്കാൻ തോന്നണില്ല. ഈ വലിയ പക്ഷെ നമ്മള് തെറ്റ് പറയാൻ പറ്റില്ല. എത്ര വയസ്സുണ്ട്? 80s. 80s ഉണ്ടല്ലേ? ആ. ഓക്കേ. വലിയ ചേച്ചിയുടെ വേഷത്തിലല്ലേ വന്നേക്കണേ. പിന്നെയോ അതെ, പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല അട്രാക്റ്റീവ് ആയിരുന്നു പാടിയത് കേൾക്കാൻ, കാണാനും. താങ്ക് യു. ആ പിന്നെ ചെറിയ ചെറിയ പ്രശ്നം. ആ ചെറുചില്ലു പായിൽ അതവിടെ അങ്ങനെ പാടി. മഴപ്രാവ് ചേക്കേറുന്നു മനസ്സിന്റെ മെച്ചിന്മേലെ, കുണുങ്ങുന്നു വൻകൂട്ടങ്ങൾ കിനാവിന്റെ കുന്നിന്മേലെ, ചെറുചില്ലു ചിരിച്ചില്ല കായൽ കോണിൽ ആ, പാടാൻ അവിടെയാണ് ഒരു പ്രശ്നം തോന്നിയത്. നീവാ. ചെറുചില്ലു പായിൽ എന്നുള്ളടത്താണ് ആ ഒരു കുഞ്ഞു പ്രശ്നമാണ് കൂടുതൽ അറിഞ്ഞത്. ബാക്കി ഭയങ്കര ബെറ്റർ ആയില്ലേ ചേട്ടാ? പൂവയിൽ പാടവും ചരണത്തിലെ ചുരുത്തുമോ ചോരിൻ പൈക്കൾ പാൽനൂരക്കാലം, വിളിക്കുമോ വേനൽ കയ്യാൽ പൂവിൽ പാടം. ആ അവിടെയും ആണ് എനിക്ക് പ്രശ്നം തോന്നിയത് കേട്ടാ. പാടം. ആ അത് മാത്രമാണ്. അതും ശരി, അതും കൂടിയാണ് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് പാടി, സുന്ദരമായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ ഇത്രയും നാളും പാടിയതിൽ ആൻസറുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണീറ്റ് നിന്ന് ക്ലാപ്പ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഇനി നന്നാക്കണമെന്നും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും അവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് സ്വയം തോന്നാനും ഒക്കെ ഒരു വലിയൊരു ഇതാ. നമുക്ക് അറിയത്തില്ല, നമ്മൾ ഒരാൾ രണ്ട് വാക്ക് നല്ല വാക്ക് മോട്ടിവേഷൻ പറയുമ്പോൾ നൽകുകയാണ്. ഈ മോട്ടിവേഷൻ ആർക്കും കിട്ടിയ അതൊരു ഭയങ്കര സന്തോഷമാണ്. മോള് ഒത്തിരി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഒരു പാട്ട് ഫുൾ സോങ് എടുത്തോണ്ട് പാടാൻ പറ്റുമായിരിക്കും ആൻസർ കുട്ടിക്കുന്നു കേട്ടാ. കാലയ്ക്ക് അങ്ങോട്ട് ഒന്നും പറയാനില്ല, ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോട്ടെ കേട്ടാ. ഓക്കെ, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു തീരുമാനത്തിൽ we are giving you 98 out of 100. താങ്ക് യു. ആടെ ഒരു അജപരിതൻ പൂക്കുറ്റി. ബൈ. ബൈ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ പാട്ടിൽ ഞാനാടാൻ കുറുമ്പിന്റെ ജാലം കാട്ടാൻ കുളിർമഞ്ഞ് കൂടാരത്തിൽ